James chapter 4. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. Praise the Lord. 4-ാമത്തെ അധ്യായം എന്നുള്ളതാകുന്ന ആ ചാപ്റ്റർ ഡിവിഷൻ ഒറിജിനലായിട്ടുള്ള ആ ലേഖനത്തിലില്ല എന്നുള്ളത് നമുക്കറിയാം. വാക്യങ്ങളുമില്ല, ചാപ്റ്റർ ഡിവിഷനുമില്ല. അങ്ങനെയെങ്കിൽ ആ നിലയിൽ അതിനെ മനസ്സിലാക്കിയാൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളെ തുടർന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. മുകളിലുള്ള വേദഭാഗത്ത് 13 മുതൽ 18 വരെയുള്ള 3-ാം അധ്യായത്തിൽ യാക്കോബ് പറഞ്ഞു 2 തരത്തിലുള്ള വിസ്ഡമുണ്ട്. ഒന്ന് ഭൗമികമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ജ്ഞാനം. മറ്റൊന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. നിശ്ചയമായിട്ടും ആ ഉയരത്തിൽ നിന്നുള്ള ഇറ്റ് ഈസ് അവർ ഡിസയർ and no one wants to embrace the wisdom from on earth. We all want to embrace the wisdom from on high. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് നമ്മൾ പ്രാപിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നാൽ ഈ ജ്ഞാനം എവിടെയാണ് കിട്ടുന്നത്? Where do we get this wisdom? ജോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 28:12 യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാൽ ജ്ഞാനം എവിടെ കിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഇതേ കാര്യം തന്നെ യാക്കോബോട് പറയുകയാണ്. യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ആ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് യാക്കോബ് ഇവിടെ താഴോട്ട് പറയുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കാത്തത്? ആ കാര്യം യാക്കോബ് പറയുന്നുണ്ട്. വി ഓൾ വാണ്ട് ടു ഹാവ് വിസ്ഡം. എവ്രിബഡി വാണ്ട്സ് ടു ഹാവ് വിസ്ഡം. ആർക്കും ഭൗമികമാകുന്ന ജ്ഞാനം താല്പര്യപ്പെടുന്ന ആരുമില്ല. ആർക്കും കലഹിക്കുന്നവരും ശണ്ഠയിടുന്നവരും ഈർഷ്യയും ശാഠ്യവും അങ്ങനെയുള്ളതാകുന്ന ആ സ്വഭാവ ഗുണങ്ങളിൽ ആയിരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എവിടെ നിന്നാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്? അതിനെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. 4:1 നമ്മളിങ്ങനെ വായിക്കുന്നു. വാട്ട് കോസസ് ക്വാറൽസ് ആൻഡ് വാട്ട് കോസസ് ഫൈറ്റ്സ് എമംഗ് യു? നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? അപ്പോൾ നിശ്ചയമായിട്ടും ആ കോൺഫ്ലിക്റ്റ് നോക്കണം. ഇത് 1-ാം നൂറ്റാണ്ടിൽ ചിതറപ്പെട്ട, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ വലിയ പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സഭയ്ക്കാണ് ഇത് എഴുതുന്നത്. മനുഷ്യൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള നേച്ചറായത്. ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും തൽക്കാലത്തേക്ക് ചില ഒരു
ട്രൂസൊക്കെ എന്താ പറയുന്നത്, താൽക്കാലികമാകുന്ന ഒരു സമാധാനത്തിനൊക്കെ ആൾക്കാർ കാംക്ഷിക്കുക. എന്നാൽ ബേസിക്കലി ഇഫ് ദർ ഈസ് നോട്ട് ട്രൂ വിസ്ഡം ഫ്രം ഓൺ ഹൈ, ഉയരത്തിൽ നിന്നുള്ളതാകുന്ന ജ്ഞാനം ഇല്ല എങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുവാൻ കഴിയുകയില്ല. ഇയ്യോബ് തന്നെ പറയുന്നതാകുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 28:28 ഇയ്യോബ് ആ ചോദ്യം ചോദിച്ച ശേഷം അതിൻ്റെ ഉത്തരം നൽകുന്നത് നമ്മൾ വായിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്നവൻ മനുഷ്യനോട് അരുളിച്ചെയ്തു. അപ്പോൾ കർത്താവിനോടുള്ളതാകുന്ന ഭക്തി തന്നെ ജ്ഞാനം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമ്മളില്ല എങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ളതാകുന്ന ബന്ധത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പിഴവുകളാണ് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, താഴോട്ടുള്ളതാകുന്ന വേദഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, യാക്കോബ് കേവലം ഒരു ജ്ഞാനത്തെക്കുറിച്ച്, വിസ്ഡത്തെക്കുറിച്ച് പറയുകയല്ല. പക്ഷെങ്കിൽ യാക്കോബ് പറയുന്ന വിസ്ഡം, ദ ഫ്രൂട്ട് ഓഫ് ദ വിസ്ഡം വിച്ച് ബ്രിങ്സ് ഓർഡർ ആൻഡ് പീസ് ടു ദ ചർച്ച്, ശാന്തതയും സമാധാനവും നൽകുന്നതാകുന്ന ആ ഒരു വിസ്ഡത്തെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ശരിയാകുന്ന ഈ ഉയരത്തിൽ നിന്നുള്ളതാകുന്ന ജ്ഞാനം ലഭിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ ടു റിസോൾവ് കോൺഫ്ലിക്ട്സ്? ഈ താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് യാക്കോബ് പറയുന്നത്. There are at least 4 things how to resolve conflicts within the congregation. So ഞാനതാണ് പറഞ്ഞത്, ഈ 1-ാം നൂറ്റാണ്ടിലുള്ള ആ സഭയിൽ പോലും, പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ആ സഭയിൽ പോലും ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ഈ കാര്യം അവരോട് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ഹൗ ടു റിസോൾവ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹൗ ടു ഹാവ് the right kind of wisdom is to judge our own selfish motives or look within. നമ്മളിലേക്ക് തന്നെ നോക്കുവാനായിട്ട് യാക്കോബ് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത് അതിൻ്റെ 4 മുതൽ 6 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ turn away from the world to have wisdom from above and to resolve conflicts within. James tells us, turn away from the world, give total allegiance to God and humbly seek his grace. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, യഥാർത്ഥത്തിലുള്ളതാകുന്ന വിസ്ഡം കിട്ടാൻ, അല്ലെങ്കിൽ ആ യഥാർത്ഥത്തിലുള്ളതാകുന്ന ഉയരത്തിൽ നിന്നുള്ളതാകുന്ന വിസ്ഡം ലഭിച്ചു കഴിഞ്ഞാൽ വി ആർ സമാധാനം ഉണ്ടാക്കുന്നവരാണ്.
അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ, സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെയല്ല നോക്കുന്നത്, അവരിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അവരുടെ മോട്ടീവ്സ് എന്താ, അവരുടെ ലക്ഷ്യങ്ങൾ എന്താ, നമ്മുടേതാകുന്ന താല്പര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് പറയുന്നത്. 2, ടേൺ അവേ ഫ്രം ദ വേൾഡ്, ഗിവ് ടോട്ടൽ അലീജിയൻസ് ടു ഗോഡ് ആൻഡ് ഹംബ്ലി സീക്ക് ഹിസ് ഗ്രേസ്. നോക്കുക, ലോകത്തിൽ നിന്നും നമ്മൾ ലൗകികത എന്നൊക്കെ പറയുമ്പോൾ നമ്മളാരും ചിന്തിക്കരുത് കേവലം വെള്ളയുടുപ്പിടാതിരിക്കുന്നതോ ഇതൊന്നുമല്ല ലൗകികത. വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ ആ ഒരു വിശുദ്ധിയുടെ അടയാളം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആയിപ്പോയി. അതല്ല. എന്താണ് ലൗകികത എന്നുള്ളത് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള വിസ്ഡത്തിന് വേണ്ടി വി ഷുഡ് ഹംബ്ലി സീക്ക് ഹിസ് ഗ്രേസ്. 4-6 verses. And thirdly, to resolve conflicts, or the wisdom that really resolve conflicts, the wisdom from on high, the wisdom from above, submit to God, resist the devil, and in God's presence repent of all your sins. അപ്പോൾ അവിടെ യാക്കോബ് പറയുന്നതാകുന്ന ഒരു കാര്യം, ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അത് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിന് കീഴടങ്ങുക, പിശാചിന് എതിർത്ത് നിൽക്കുക. നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ളതാകുന്ന മാനസാന്തരമുണ്ടാകുക. അതാണ് 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. നമ്മളവിടെ ഒരു കാര്യം പിന്നീട് ഞാനത് വിശദീകരിക്കാമെങ്കിലും, പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് കീഴടങ്ങുമ്പോഴാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്. അല്ലാതെ എപ്പോഴും പിശാച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ല പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്. ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു റെസിസ്റ്റ് ദ ഡെവിൾ. ഓക്കെ. Fourthly, to resolve conflicts or to have the right kind of wisdom, stop judging others and submit to God's word. മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം നാം ദൈവവചനത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഈ 4 കാര്യങ്ങളാണ് യാക്കോബ് തുടർന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആ കാര്യം മാത്രം വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് എത്രയും നേരത്തെ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. So the first thing we need to do to resolve conflicts, judge our own selfish motives. Our own selfish motives. യാക്കോബ് ഒരു നല്ല ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു വൈദ്യനെ പോലെ വളരെ ക്ലിയറായിട്ട് ആ സത്യം നമ്മോട് പറയുക. പക്ഷേ അത് അൺപ്ലസൻറ്റ് ട്രൂത്ത് ആണെങ്കിലും ആ അൺപ്ലസൻറ്റ് ട്രൂത്ത് അല്ലെങ്കിൽ അപ്രിയമാകുന്ന സത്യങ്ങൾ യാക്കോബ് നമ്മളോട് പറയുന്നു. 4:1 നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളിൽ ശണ്ഠയും കലഹവും
എവിടെ നിന്ന്? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കണം. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, ബട്ട് ഇഫ് യു ഹാവ് ബിറ്റർ ജലസി and selfish ambition in your hearts, do not boast and be false to the truth. If you have എന്നുള്ളതാകുന്ന ആ പദപ്രയോഗം സത്യത്തിൽ ചില ഭാഷാന്തരങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് യു ഹാവ് ബിറ്റർ ജലസി ആൻഡ് സെൽഫിഷ് അംബിഷൻ. സോ ഇറ്റ് ഈസ് എ ഫാക്ട്. യു ഹാവ് ബിറ്റർ ജലസി ആൻഡ് സെൽഫിഷ് അംബിഷൻ. അപ്പോൾ യാക്കോബ് ചോദിക്കുകയാണ്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നമ്മൾ പല ഉത്തരങ്ങൾ അതിന് നൽകും, ഒരുപാട് ഉത്തരങ്ങൾ നൽകും. പല സന്ദർഭങ്ങളിലും ഇറ്റ് ഈസ് ഓൾവേസ് ദ അതർ പേഴ്സൺ ഹു ഈസ് അറ്റ് ഫോൾട്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ദി അതർ പേഴ്സൺ ഹു ഈസ് അറ്റ് ഫോൾട്ട്, നോട്ട് മീ. And do you know, ഇത് ആരംഭിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇത് ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിലാണ്. സ്ത്രീ ആദമിനോട് ചോദിച്ചപ്പം നീ എൻ്റെ കൂടെ ഇരിക്കുക തന്ന സ്ത്രീയാണ് ഇതുകൊണ്ട് തന്നത്. സ്ത്രീയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിശാചാണ്. സി, അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ ഓൾറെഡി ദൈവവുമായിട്ടുള്ള അവരുടെ ആ ബന്ധം നഷ്ടപ്പെട്ടായിരുന്നു. സോ ബി കെയർഫുൾ വെൻ വി ബ്ലെയിം അതേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് other people are more evil and at fault. Rather, our relationship with God is not as it ought to be. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ അവരുടെ തെറ്റുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം, അതൊരു പക്ഷേ അവരുടെ തെറ്റുകൾ ആകാം, അല്ലായിരിക്കാം, അതെന്തോ ആകട്ടെ. വെൻ യു ട്രൈ ടു ബ്ലെയിം സംബഡി, ഇറ്റ് ഈസ് ഓൾവേസ് ബിക്കോസ് of your relationship with God is not right. അതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് ആ ബ്ലെയിം ഗെയിം തുടങ്ങിയതിൻ്റെ ഒന്നാമത്തെ കാരണം. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ദൈവതേജസ് നഷ്ടപ്പെട്ടു. സോ ബ്ലെയിം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പല ഉത്തരങ്ങളാണ് നൽകുന്നത്. ചിലർ പറയും പിശാചാണ്. എന്നാൽ യാക്കോബ് അതല്ല പറയുന്നത്. ജെയിംസ് he answers his own question as to the source of wars and fights. നോക്കണം, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? എന്നിട്ട് പറയുക, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അപ്പോൾ the fault lies with you and with us, not the other person. അതാണ് യാക്കോബ് പറയുന്നത്. മറ്റൊരാളെയല്ല നമ്മൾ കോൺഫ്ലിക്റ്റ് റിസോൾവിങ്ങിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കോൺഫ്ലിക്റ്റ് റിസോൾവിങ്ങിൽ യാക്കോബ് പറയുകയാണ്, ഡോണ്ട് ലുക്ക് എൽസ്വർ for the source of your conflicts, rather look within. നമ്മിലോട്ട് തന്നെ നോക്കുവാനായിട്ട് യാക്കോബ് ആവശ്യപ്പെടുകയാണ്. ഇത് അതിൻ്റെ ആ റൂട്ട് കോസിലേക്ക് യാക്കോബ് കൊണ്ടുപോകുന്നത് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. താൻ പറയുന്നത്,
it is the root cause of all the conflicts is because of our selfishness. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്, നമ്മുടേതാകുന്ന സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, the main enemy is not the other person. The main enemy is your own sinful, selfish flesh. If you do not defeat the flesh, it will destroy you. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്ലഷ് അല്ലെങ്കിൽ ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ലോവർ നേച്ചറിനെ കുറിച്ചാണ് യാക്കോബും പുതിയ നിയമത്തിലെ മറ്റ് അപ്പോസ്തലന്മാരും അല്ല പ്രത്യേകിച്ച് പൗലോസൊക്കെ ആ കാര്യം പറയുന്നുണ്ട്. സോ ഇവിടെ യാക്കോബ് പറയുന്നതാകുന്ന ഒരു കാര്യം, the enemy dwells within us and is engaged in a mortal combat. ഈ ശത്രു നമ്മിൽ തന്നെ താമസിച്ചുകൊണ്ട് നമുക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് അല്ലയോ? അപ്പോൾ ആ കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. 3:16 നാം കണ്ടു സെൽഫിഷ് ആംബിഷനെ കുറിച്ച്. ഈർഷ്യ, ശാഠ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൽഫിഷ് അംബീഷനെ കുറിച്ച്, ജലസി ആൻഡ് സെൽഫിഷ് അംബീഷൻ. അപ്പോൾ ഇത് നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. നമ്മുടെ സെൽഫിഷ് അംബീഷൻ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് സത്യത്തിൽ കോൺഫ്ലിക്റ്റ് റിസോൾവിങ്ങിന് നാം നമ്മിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. യാക്കോബ് അതാ പറയുന്നത്. അപ്പോൾ ട്രൂ വിസ്ഡം നമുക്ക് ലഭിക്കും, പക്ഷെങ്കിൽ അതങ്ങനെ വെറുതെ ലഭിക്കുന്ന കാര്യമല്ല. അതിന് ചില കാര്യങ്ങൾ നീങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:11 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പോൾ നിങ്ങൾ പ്രവാസികളാണ്, പരദേശികളാണ്, പക്ഷേ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, അതാണ് യാക്കോബ് പറയുക. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ. ഈസ് ഇറ്റ് നോട്ട് ദിസ് ദാറ്റ് യുവർ പാഷൻസ് ആർ അറ്റ് വാർ വിത്തിൻ യു? യാക്കോബ് വളരെ മെറ്റഫറിക്കലായിട്ടാണ് ആ പദം വാർ, യുദ്ധം, പോരാട്ടം എന്നൊക്കെ ഉള്ളതാകുന്ന പദം പറയുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഗ്രേവിറ്റി, അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതാകുന്ന കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് യാക്കോബ് ആ കാര്യം പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് യാക്കോബ് പറയുകയാണ്, ഈ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ അതർ പേഴ്സൺ. ഐ ഷുഡ് ലുക്ക് വിത്തിൻ. ഞാൻ എന്നിലോട്ട് തന്നെയാണ് നോക്കേണ്ടത്. അതിൻ്റെ രണ്ടാമത്തെ വാക്യം താൻ പറയുന്നത്, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും
ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നോക്കുക, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് യാക്കോബ് പറയുകയാണ്, നിങ്ങൾ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അത് ലിറ്ററൽ സെൻസിലല്ല യാക്കോബ് പറയുന്നത് നമുക്കറിയാം. നിങ്ങൾ കൊല്ലുന്നു, അസൂയപ്പെടുന്നു, എന്നിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല എന്ന് യാക്കോബ് പറയുന്നത്? നമുക്കറിയാം, ഇതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകും. ഇഫ് എനിവൺ ലാക്സ് wisdom, let him ask God, who gives generously to all without reproach, and it will be given him. എന്നാൽ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. എന്നിട്ട് അവിടെ നിർത്തുന്നില്ല, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്താണ് യാക്കോബ് പറയുന്നത്? യാക്കോബ് പറയുന്ന ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് 3:1 സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അത് പറഞ്ഞ് താഴ്ത്തു വരുമ്പോഴാണ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ. അപ്പോൾ എന്തുകൊണ്ടാണ് യാക്കോബ് ഇവിടെ ഈ പ്രത്യേക വിഷയം പറയുന്നത്? നിങ്ങൾ യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് അല്ല, അത് നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വിസ്ഡം ലഭിക്കുവാൻ യാക്കോബ് തുടർന്ന് പറയുകയാണ്. 1:5 പറഞ്ഞു, ദൈവത്തോട് ചോദിക്കട്ടെ അവന് കിട്ടും. പക്ഷേ ഇവിടെ പറയുകയാണ്, നിങ്ങൾ വല്ലാതെ യാചിക്കൊണ്ട് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്നാ? നിങ്ങൾ യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട്. കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഒരു പക്ഷേ ഈ ചർച്ചിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ തന്നെ ആകാം യാക്കോബ് ഈ കാര്യം പറയുന്നത്. കാരണം മുകളിൽ യാക്കോബ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത് എന്ന് പറയുമ്പോൾ, ദർ വർ സം പീപ്പിൾ, അവർ ഉപദേഷ്ടാക്കന്മാർ ആകാനായിട്ട് താല്പര്യപ്പെടുന്നത് ഒരു പക്ഷേ അവരുടെ ലക്ഷ്യം മറ്റൊന്നാകാം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അവരുടെ പ്യുവർ മോട്ടീവ് അല്ല. അതുപോലെ തന്നെ ഇവിടെ യാക്കോബ് പറയുകയാണ്, ഈ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ലക്ഷ്യങ്ങളല്ലാത്ത, if you do not have that better and noble end in view as you pray to God, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
ഏറ്റവും ഉന്നതമാകുന്ന ആ നോബിളായിട്ടുള്ള ആ ലക്ഷ്യം ഇല്ലാത്ത അപേക്ഷകളൊന്നും തന്നെ പ്രാർത്ഥനയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യാക്കോബ് തുടർന്ന് പറയുന്ന കാര്യങ്ങളും നമ്മൾ വരുന്ന ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കുന്നതാണ്. ആ ട്രൂ വിസ്ഡം എങ്ങനെയാണ്, അതിൻ്റെ ഗ്രൗണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളത് യാക്കോബ് ഇവിടെ പറയുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ശരിയായിട്ടുള്ള ഉയരത്തിൽ നിന്നുള്ളതാകുന്ന വിസ്ഡം എങ്ങനെ നമുക്ക് ലഭിക്കും? ഈ കാര്യങ്ങളൊക്കെയാണ് യാക്കോബ് തുടർന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നാം ചിന്തിച്ചതാകുന്ന ആ വേദഭാഗം നമ്മൾ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിൽ അതൊന്ന് ധ്യാനിക്കണം. പല സന്ദർഭങ്ങളിലും മറ്റുള്ളവരെ കുറിച്ച്, അവരുടെ ഫോൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. അതാ ട്രൂ വിസ്ഡം. മറ്റുള്ളവരുടെ തെറ്റുകളെ കാണുന്നത് എല്ലാവർക്കും പറ്റും. മറ്റുള്ളവരുടേതാകുന്ന ഫെയിലിയേഴ്സിനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ട്രൂ വിസ്ഡം. അതിനെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ യാക്കോബ് അവരോട് പറയുക, നിങ്ങൾക്ക് ട്രൂ വിസ്ഡം ഇല്ല. അതിൻ്റെ കാരണം നിങ്ങളിൽ ശണ്ഠയും കലഹവും ഇതെല്ലാമാണ് നിങ്ങളിലുള്ളത്. സോ ദർ ഈസ് നോട്ട് ട്രൂ വിസ്ഡം ഇൻ യു. സോ ഹൗ ടു ഹാവ് ട്രൂ വിസ്ഡം, ശരിയാകുന്ന വിസ്ഡം, നമ്മൾ അതിനെക്കുറിച്ച് വരുന്ന ആഴ്ചകളിൽ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ധ്യാനിക്കാം. നമുക്ക് ഒരു നിമിഷം വീണ്ടും പ്രാർത്ഥിക്കാം.